സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും സ്വയം ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മനസ്സ് നമുക്ക് അടിമയാകുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയും ഏറ്റവും വലിയ ശത്രുവും ഏറ്റവും വലിയ രഹസ്യവും ഒരേ സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നു, നമ്മുടെ മനസ്സിൽ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാം, വിജയം, പരാജയം, സന്തോഷം, ദുഃഖം, സമൃദ്ധി, ദാരിദ്ര്യം, എല്ലാം മനസ്സിൻ്റെ സൃഷ്ടിയാണ്. നമ്മുടെ എല്ലാ ചിന്തകളും വികാരങ്ങളും തീരുമാനങ്ങളും അവിടെ നിന്ന് തന്നെ ഉത്ഭവിക്കുന്നു. പക്ഷേ ദുഃഖകരമായതെന്തെന്നാൽ ഭൂരിഭാഗം ആളുകൾ മനസ്സിൻ്റെ യജമാനരല്ല, മനസ്സിൻ്റെ അടിമകളാണ്. അവർ എന്താണ് ചിന്തിക്കുന്നത്, മനസ്സ് അത് തീരുമാനിക്കുന്നു. അവർ എന്താണ് അനുഭവിക്കുന്നത്, മനസ്സ് അത് അനുഭവിപ്പിക്കുന്നു. അവർ എന്താണ് ചെയ്യുന്നത്, മനസ്സ് അത് നിർദ്ദേശിക്കുന്നു. മനസ്സ് ഒരു കുരങ്ങനെ പോലെ ഒരു ചിന്തയിൽ നിന്ന് മറ്റൊരു ചിന്തയിലേക്ക് എപ്പോഴും ചാടുന്നു. ഒഴിവാക്കാൻ ശ്രമിച്ചാലും അത് നിർത്താനാകില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, സ്തബ്ധമായിരുന്നാലും എന്തൊക്കെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലോടുന്നു? ഈ ചിന്തകളുടെ ഒഴുക്കാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്നത്. ചിന്തകൾ പോസിറ്റീവാണെങ്കിൽ ജീവിതം ഉയരുന്നു. ചിന്തകൾ നെഗറ്റീവാണെങ്കിൽ അവ നിങ്ങളെ താഴേക്ക് വലിക്കുന്നു. ഇതാണ് മനസ്സിൻ്റെ മഹത്തായ ശക്തി. ഇതിന് നിങ്ങളെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ ചിന്തിക്കൂ, നിങ്ങൾ ഈ മനസ്സിനെ തിരിച്ചറിയുകയും നിയന്ത്രിക്കുകയും ചെയ്താൽ എന്തിനെങ്കിലും നിങ്ങളെ തടയാൻ കഴിയുമോ? മനസ്സ് ശത്രുവല്ല, അതിന് ദിശയും ബോധവും നൽകണം. അതിൻ്റെ നിയന്ത്രണവും സ്വയം ഏറ്റെടുക്കണം. മനസ്സ് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് അതിനെ കെട്ടിയിടുന്നതല്ല, അതിനെ ശരിയായ ദിശയിലേക്ക് വഴിതിരിച്ചുവിടുകയാണ്. നമ്മിൽ ഓരോരുത്തരിലും രണ്ട് ശബ്ദങ്ങളുണ്ട്. ഒന്ന് പറയുന്നു, നിനക്കത് കഴിയില്ല. മറ്റൊന്ന് പറയുന്നു, ഒന്ന് ശ്രമിച്ചുകൂ. രണ്ടാമത്തെ ശബ്ദം കേൾക്കാൻ പഠിച്ചവരാണ് സ്വയം ജീവിതത്തിൻ്റെ നിയന്ത്രണാധികാരികളാകുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ പുറത്തേക്കുള്ള ലോകം മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷെ സത്യം ഇതാണ്, മനസ്സു മാറാതെ ജീവിതം മാറുകയില്ല. ജീവിതം സംഭവിക്കുന്നത് പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ് നടക്കുന്നത്. മനസ്സിനെ തിരിച്ചറിയുക. അത് നിങ്ങളെ അതിൻ്റെ അടിമയാക്കി മാറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കൂ. മനസ്സിനെ മനസ്സിലാക്കുന്നത് എളുപ്പമല്ല, കാരണം അതൊരിക്കലും നിശ്ചലമാകുന്നില്ല. ചിലപ്പോൾ അത് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നു, ചിലപ്പോൾ ഭയത്താൽ, സംശയത്താൽ നിങ്ങളെ പിടിച്ചിരിക്കുന്നു. ചിലപ്പോൾ അത് നിങ്ങളെ മഹാനാക്കും, പക്ഷേ ചിലപ്പോൾ അത് നിങ്ങളെ സ്വയം തോൽക്കാൻ പ്രേരിപ്പിക്കും. ഇതാണ് മനസ്സിൻ്റെ ചതിയും കളിയും. നീ തുടർച്ചയായി ചിന്തിക്കുന്നത് എന്താണോ അത് തന്നെയാണ് നീ അനുഭവിക്കുന്നത്. നീ എല്ലായ്പ്പോഴും ഭയം, പരാജയം, ആശങ്ക എന്നിവയെക്കുറിച്ച് ചിന്തിച്ചാൽ മനസ്സ് അതേ ദിശയിലേക്ക് നിന്റെ ഊർജം തിരിക്കുന്നു. പക്ഷെ നീ ആത്മവിശ്വാസം, വിജയം, പരിഹാരം എന്നിവയിലേക്ക് ശ്രദ്ധ ചെലുത്തിയാൽ മനസ്സ് തന്നെ നിന്റെ കൂട്ടുകാരനാകും. അതിനാലാണ് പറയുന്നത്, നീ ചിന്തിക്കുന്നത് പോലെ നീയാകുന്നു. നമ്മുടെ മനസ്സ് ഒരു ഉഴുതുമറിച്ച നിലം പോലെയാണ്. നീ അതിൽ എനിക്ക് കഴിയില്ല, എനിക്ക് സമയമില്ല, എനിക്ക് ഭയമുണ്ട് എന്ന നെഗറ്റീവ് ബീജങ്ങൾ വിതച്ചാൽ അതിൽ നിന്ന് വളരുന്നത് അതേ സ്വഭാവമുള്ള ചിന്തകളായിരിക്കും. പക്ഷേ നീ എനിക്ക് കഴിയും, ഞാൻ ശേഷിയുള്ളവൻ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പോസിറ്റീവ് ബീജങ്ങൾ വിതച്ചാൽ മനസ്സ് അതേ ദിശയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇത് കേൾക്കാൻ എളുപ്പമായിരിക്കും, പക്ഷേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം നാം വർഷങ്ങളായി നമ്മുടെ മനസ്സിനെ നെഗറ്റീവ് ചിന്തകളുടെ പാതയിലൂടെയാണ് പരിശീലിപ്പിച്ചത്. നമ്മുടെ ഉപബോധ മനസ്സ്, സബ്കോൺഷ്യസ് മൈൻഡ്, അതാണ് നമ്മുടെ 95% തീരുമാനങ്ങൾ നിയന്ത്രിക്കുന്നത്. അത് പഴയ പാറ്റേണുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നു. പക്ഷെ നല്ല വാർത്ത ഇതാണ്, നിനക്ക് ആ പാറ്റേൺ പുതുക്കാൻ കഴിയും. എങ്ങനെ? പോസിറ്റീവ് സെൽഫ് ടോക്ക് വഴിയാണ്. നീ സ്വയം പറയുന്ന ഓരോ വാക്കും നിന്റെ ഉപബോധ മനസ്സ് ആജ്ഞയായി സ്വീകരിക്കുന്നു. നീ നിരന്തരം എനിക്ക് കഴിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിന്റെ ഉപബോധ മനസ്സ് അത് സത്യമായി അംഗീകരിക്കും. പക്ഷേ നീ എനിക്ക് കഴിയുമെന്ന് പറയുമ്പോൾ നിന്റെ മനസ്സ് പുതിയ മാർഗങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങും. നിന്റെ ശരീരം, നിന്റെ ഊർജം, നിന്റെ ശീലങ്ങൾ എല്ലാം നിന്റെ ചിന്തകൾ അനുസരിച്ച് രൂപപ്പെടും. ഇന്നു മുതൽ ആരംഭിക്കൂ. ഓരോ പ്രഭാതവും കണ്ണു തുറക്കുമ്പോൾ സ്വയം പറയൂ, ഞാൻ ഓരോ ദിവസവും മികച്ചവനായി മാറുന്നു. എന്നിൽ എൻ്റെ ലക്ഷ്യത്തിലെത്താൻ ആവശ്യമായ ശക്തിയുണ്ട്. ഞാൻ എൻ്റെ മനസ്സിൻ്റെ യജമാനനാണ്, അതിൻ്റെ അടിമയല്ല. ആദ്യമൊക്കെ ഇത് കൃത്രിമമായി പറയുന്നത് പോലെ തോന്നും. പക്ഷേ കുറച്ചാഴ്ചകൾക്കകം നീ കാണും, നിന്റെ ചിന്ത മാറി തുടങ്ങുന്നു, ആത്മവിശ്വാസം ഉയരുന്നു, മനസ്സ് ശാന്തവും സ്ഥിരവുമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഓർമ്മിക്കുക സുഹൃത്തുക്കളെ, നീ സ്വയം പറയുന്നതാണ് നിന്റെ യാഥാർത്ഥ്യം. നീ പറയുന്ന വാക്കുകളാണ് നീ ആകുന്നത്. മനസ്സിൻ്റെ ശക്തിയെ ശരിയായ ദിശയിൽ കൊണ്ടുപോകാനുള്ള ആദ്യ പടി സ്വയം പോസിറ്റീവായി സംസാരിക്കുക. കാരണം നീ നിന്റെ ഭാഷ മാറ്റുമ്പോൾ നിന്റെ ഭാഗ്യം തന്നെ മാറിത്തുടങ്ങുന്നു. മനസ്സൊരിക്കൽ സർഗാത്മക ദിശയിൽ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ അടുത്ത പടി അതിനൊരു വ്യക്തമായ ദിശ നൽകുന്നതാണ്. കാരണം മനസ്സ് ഒരു ഊർജമാണ്. ഊർജത്തിന് ദിശയില്ലെങ്കിൽ അത് ചിതറിപ്പോകും, വിതറിപ്പോകുന്ന വെളിച്ചം പോലെ. ഇതാണ് കാരണം. അനേകം ആളുകൾ പ്രയത്നിക്കുന്നു, പക്ഷേ ഫലം കിട്ടുന്നില്ല. അവർക്കറിയില്ല തങ്ങളുടെ ഊർജം എവിടെയാണ് പോകുന്നത്. അവർ ദിവസം മുഴുവൻ എന്തോ ചെയ്യുന്നുണ്ടാകും, പക്ഷേ വ്യക്തമായ ലക്ഷ്യമില്ല. ലക്ഷ്യമെന്നത് മനസ്സിനു വേണ്ടി അതേ അർത്ഥമാക്കുന്നു.
ഒരു അമ്പെയ്ത്തുകാരൻ്റെ ലക്ഷ്യമെന്നതുപോലെ ലക്ഷ്യമില്ലെങ്കിൽ അമ്പ് എവിടെയെങ്കിലും പാഞ്ഞു പോകും. പക്ഷെ ലക്ഷ്യം വ്യക്തമായാൽ മനസ്സ്, ശരീരം, ആത്മാവ് എല്ലാം ഒരേ ദിശയിൽ പ്രവർത്തിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനൊരു വ്യക്തമായ സന്ദേശം നൽകണം, നിങ്ങളുടെ ജീവിതം ഏതു ദിശയിലേക്കാണ് പോകേണ്ടത് എന്ന്. കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സ് നീ അതിന് കാണിക്കുന്ന ചിത്രമനുസരിച്ചാണ് വഴികൾ അന്വേഷിക്കുന്നത്. ലക്ഷ്യം വലുതായാലും ചെറുതായാലും പ്രശ്നമില്ല, പക്ഷേ അത് വ്യക്തവും എഴുതിയതുമായിരിക്കണം. മനസ്സിൽ മാത്രം ചിന്തിക്കുന്നത് പോരാ, നീ അത് എഴുതുമ്പോൾ അത് മനസ്സിൽ ഉറച്ചു നിൽക്കും. അതേപോലെ ഡിസിപ്ലിൻ. കാരണം ഡിസിപ്ലിൻ ഇല്ലാതെ ഒരു ലക്ഷ്യവും പൂർണ്ണമാകില്ല. ഡിസിപ്ലിൻ എന്നത് നിന്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യവുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ്. നീ മനസ്സ് നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നുവോ? അപ്പോൾ ആദ്യം നിന്റെ ദിവസം നിയന്ത്രിക്കാൻ പഠിക്കൂ. ഓരോ പ്രഭാതവും ഒരു ചെറിയ പദ്ധതി തയ്യാറാക്കൂ. ഇന്ന് തീർച്ചയായും ചെയ്യേണ്ട 3 കാര്യങ്ങൾ എഴുതി വയ്ക്കൂ, മറ്റെല്ലാം പിന്നീട്. ഇങ്ങനെ പതിയെ നിന്റെ മനസ്സ് ഈ പാറ്റേൺ സ്വീകരിക്കും. അത് ചിതറുന്നത് നിർത്തി ഒരു ദിശയിൽ കേന്ദ്രീകൃതമാകും. ഓർമ്മിക്കുക, മനസ്സിനെ നിയന്ത്രിക്കുന്ന രഹസ്യം അതിനെ വ്യസ്തമാക്കി നിർത്തുന്നതിലാണ്. കാരണം ഒഴിവുള്ള മനസ്സ് എല്ലായ്പ്പോഴും ഭയത്തിലും ആശങ്കയിലും അലഞ്ഞു നടക്കും. പക്ഷെ ഒരു ലക്ഷ്യത്തോടെ നിറഞ്ഞ മനസ്സ് അതിൻ്റെ ഊർജം സൃഷ്ടികരമായ ശക്തിയായി മാറും. സമയനിയന്ത്രണവും അതേ ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. സമയത്തെ നിയന്ത്രിക്കുന്നത് എന്നത് ജീവിതത്തെ നിയന്ത്രിക്കുന്നത് പോലെയാണ്. ഓരോ നിമിഷവും ബോധപൂർവം ജീവിക്കൂ, കാരണം സമയം തന്നെയാണ് ജീവിതം. തൻ്റെ സമയത്തെ ആദരിക്കാത്തവൻ തൻ്റെ ഭാവിയെ അപമാനിക്കുന്നു. ലക്ഷ്യവും ഡിസിപ്ലിനും ഇവയാണ് മനസ്സിൻ്റെ ചിതറുന്ന ഊർജത്തെ സ്ഥിരമാക്കുന്ന 2 ആയുധങ്ങൾ. നീ നിന്റെ സമയവും ദിശയും നിയന്ത്രിക്കാൻ തുടങ്ങിയ നാൾ മുതൽ നിന്റെ മനസ്സ് നിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ തുടങ്ങും. ഇന്നത്തെ വേഗതയേറിയ ജീവിതത്തിൽ നമ്മിൽ ഭൂരിഭാഗം ആളുകൾ വ്യസ്തരായിരിക്കുന്നു. പക്ഷേ സമയം നിയന്ത്രിക്കാൻ നമ്മിൽ പലർക്കും കഴിയുന്നില്ല. ദിവസം അവസാനിക്കുമ്പോൾ നമ്മളിൽ പലർക്കും തോന്നും, ഇന്നെന്താണ് ഞാൻ ചെയ്തത്? ആ ആന്തരിക ക്ഷീണവും പാശ്ചാത്താപവും ഒരേ ഒരു കാരണത്താലാണ്: സമയത്തിൻ്റെ ശരിയായ ഉപയോഗമില്ലായ്മ. മനസ്സിന് സ്ഥിരതയും ശാന്തതയും വേണം. അത് ലഭിക്കുന്നത് നാം ഓരോ പ്രവൃത്തിക്കും സമയക്രമം നിശ്ചയിക്കുമ്പോഴാണ്. ഉദാഹരണത്തിന്, രാവിലെ പഠനത്തിനോ ജോലിക്കോ ഉള്ള സമയം, ഉച്ചയ്ക്ക് വ്യായാമത്തിനോ വിശ്രമത്തിനോ ഉള്ള സമയം, വൈകിട്ട് കുടുംബത്തിനോ ധ്യാനത്തിനോ ഉള്ള സമയം. സമയം നിയന്ത്രണം എന്നത് വെറും ക്ലോക്ക് നോക്കലല്ല, ഇതൊരു ശാസ്ത്രവും കലയുമാണ്. നീ സമയം നിയന്ത്രിക്കുമ്പോൾ മനസ്സും വ്യക്തതയും കേന്ദ്രീകൃതതയും നേടുന്നു. ശാസ്ത്രജ്ഞർ പറയുന്നതുപോലെ നമ്മൾ നമ്മുടെ ദിനക്രമം പദ്ധതി പ്രകാരം നിശ്ചയിച്ച് അനുസരിക്കുമ്പോൾ നമ്മുടെ തലച്ചോർ ഡോപ്പമിൻ എന്ന രാസവസ്തു പുറപ്പെടുവിക്കുന്നു. ഇത് സന്തോഷവും ഉത്സാഹവും നൽകുന്നു. അതിനാൽ മനസ്സ് ശാന്തവും പോസിറ്റീവും ആകുന്നു. ചിന്തിച്ചു നോക്കൂ, നീ ഓരോ രാവിലെയും എഴുന്നേറ്റപ്പോൾ നിന്റെ ദിവസം പദ്ധതി പ്രകാരം തുടങ്ങുകയാണെങ്കിൽ ദിവസം മുഴുവൻ മനസ്സിന്റെ ആശയക്കുഴപ്പവും ഉത്കണ്ഠയും കുറയും. നിന്റെ ശ്രദ്ധ തെറ്റാതെ ഊർജം ശരിയായ ദിശയിൽ പോകും. അതായത് സമയം തന്നെയാണ് ഏറ്റവും വലിയ ശക്തി. സമയത്തെ ആദരിക്കുന്നവൻ ജീവിതത്തിൽ ഏത് ലക്ഷ്യവും കൈവരിക്കും. മഹാനായ റൂമിയും അതേ കാര്യം പറഞ്ഞു. ഓരോ നിമിഷവും ബോധപൂർവം ഉപയോഗിക്കുന്നവൻ ജീവിതം പൂർണ്ണമായി അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് സമയം നിയന്ത്രണം വെറും ജോലി ചെയ്യാനുള്ള മാർഗം മാത്രമല്ല, മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിപ്പിക്കുന്ന ആത്മവിദ്യയാകുന്നത്. സമയം നിയന്ത്രണം നമുക്ക് ഇപ്പോൾ എന്ന നിമിഷത്തിൽ ജീവിക്കാൻ പഠിപ്പിക്കുന്നു. നീ സമയം നിയന്ത്രിക്കുമ്പോൾ മനസ്സിനി ഭൂതകാലത്തിൻ്റെ ചിന്തയിലും ഭാവിയുടെ ഭയത്തിലും അലഞ്ഞു നടക്കില്ല. അടുത്ത ഘട്ടം ധ്യാനം. ധ്യാനം 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 ഇതാണ് മനസ്സിനെ ശാന്തവും ജാഗ്രതയുള്ളതുമാക്കുന്ന മാർഗം. ഓരോ ദിവസവും വെറും 10-15 മിനിറ്റ് ധ്യാനം ചെയ്താൽ മനസ്സിലെ ആശയക്കുഴപ്പം വളരെ കുറയും. മുൻപ് എപ്പോഴും അലഞ്ഞു നടന്ന മനസ്സ് ഇപ്പോൾ സ്ഥിരവും വ്യക്തവുമായി തീരും. ധ്യാനം നമ്മെ പഠിപ്പിക്കുന്നു, നാം നമ്മുടെ ചിന്തകളല്ല, പക്ഷേ ചിന്തകളെ നിരീക്ഷിക്കുന്ന സാക്ഷിയാണ് നാം. അങ്ങനെ ഒരു ദൂരത്തിൽ നിന്ന് നോക്കുമ്പോഴാണ് ഭയം, ആശങ്ക, ആശയക്കുഴപ്പം എല്ലാം അപ്രത്യക്ഷമാകുന്നത്. ധ്യാനം ശരീരത്തെയും മനസ്സിനെയും ബന്ധിപ്പിക്കുന്നു. നാം ഇപ്പോൾ ഈ നിമിഷത്തിൽ ജീവിക്കാൻ തുടങ്ങുന്നു. ഇത് തന്നെയാണ് ബീയിങ് ഇൻ ദ പ്രസന്റ് മൊമെന്റ്, മനസ്സിന്റെ യഥാർത്ഥ ശക്തി ഉണരുന്ന അവസ്ഥ. സമയം നിയന്ത്രണവും ധ്യാനവും ചേർന്നാൽ മനസ്സ് സ്ഥിരവും കേന്ദ്രീകൃതവും ജാഗ്രതയുള്ളതുമായി മാറും. നീ
ഈ നിമിഷത്തിൽ ജീവിക്കാൻ പഠിച്ചാൽ മനസ്സിന്റെ നിയന്ത്രണം സ്വാഭാവികമായി വരും. അതേപോലെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ശക്തമായ മാർഗമാണ് ശാരീരിക വ്യായാമം അഥവാ ഫിസിക്കൽ എക്സസൈസ്. നിങ്ങൾ ചിന്തിച്ചേക്കാം, സാധാരണ ഒരു വ്യായാമം കൊണ്ട് മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാനാകും? പക്ഷേ അതിൻ്റെ മറുപടി ശാസ്ത്രത്തിലും അനുഭവത്തിലുമുണ്ട്. നമ്മുടെ മനസ്സും ശരീരവും അത്ഭുതകരമായ ബന്ധത്തിലാണ്. ശരീരം ആരോഗ്യമുള്ളതും സജീവവുമായിരിക്കുമ്പോൾ മനസ്സും ശാന്തവും സമത്വമുള്ളതുമായിരിക്കും. പക്ഷേ മനസ്സ് അശാന്തമായാൽ ശരീരം അതിൻ്റെ സമ്മർദ്ദം ഏറ്റുവാങ്ങും. തളർച്ച, വേദന, ഉത്കണ്ഠ എല്ലാം അതിൻ്റെ പ്രതിഫലനങ്ങളാണ്. ശാസ്ത്രം പറയുന്നത്, നാം വ്യായാമം ചെയ്യുമ്പോൾ മസ്തിഷ്കം എൻഡോർഫിൻസ് എന്ന രാസപദാർത്ഥം പുറത്തുവിടുന്നു. ഇത് ഫീൽ ഗുഡ് ഹോർമോൺ എന്നറിയപ്പെടുന്നു. ഇത് സമ്മർദ്ദം കുറയ്ക്കുന്നു, മനസ്സിനെ ശാന്തമാക്കുന്നു, ഒപ്പം പോസിറ്റീവ് എനർജി നൽകുന്നു. മഹാനായ റൂമി പറയുന്നു, ആത്മീയതയിലേക്കോ ജ്ഞാനത്തിലേക്കോ പോകാൻ ആദ്യം ആവശ്യമായത് ശരീരത്തിൻ്റെ നിയന്ത്രണവും ശുചിത്വവുമാണ്. ധ്യാനം മാത്രമല്ല, നിത്യേന നടക്കുക, ശരീരത്തെ ചലിപ്പിക്കുക എന്നതും അത്രമേൽ പ്രധാനമാണ്. വ്യായാമം എന്നത് ജിമ്മിൽ പോകുകയോ ഭാരമുയർത്തുകയോ മാത്രമല്ല, അത് നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാകണം. രാവിലെ നടപ്പ്, കളി അല്ലെങ്കിൽ വീട്ടിലോ വയലിലോ ചെയ്യുന്ന ജോലികൾ. പ്രധാനമായത് നിയമിതത്വവും മനസ്സോടെ ചെയ്യുന്നതുമാണ്. നിങ്ങൾ ശരീരത്തെ ശക്തമാക്കുമ്പോൾ മനസ്സും അതിനൊപ്പം സ്ഥിരതയും നിയന്ത്രണവും നേടും. വ്യായാമം നമ്മെ ഇപ്പോഴുള്ള നിമിഷത്തിൽ നിലനിർത്താൻ പഠിപ്പിക്കുന്നു. ഓരോ ശ്വാസവും ഓരോ ചുവടും നമുക്ക് വർത്തമാനത്തിൽ ജീവിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ്, മനസ്സിനെ നിയന്ത്രിക്കുക, അതാണ് യഥാർത്ഥ വിജയം. മനസ്സിനെ നിയന്ത്രിക്കൽ ഒരു ദിവസം കൊണ്ട് സാധിക്കില്ല. അതൊരു യാത്രയാണ്, ഒരു ജീവിത ശൈലിയാണ്. പക്ഷേ അതിനെ മനസ്സിലാക്കി പ്രയോഗിക്കുമ്പോൾ ജീവിതം സമത്വം, വ്യക്തത, ആഴം എന്നിവയാൽ നിറയും. സുഹൃത്തുക്കളെ, മനസ്സിനെ കീഴടക്കുക, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ജയം. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിഞ്ഞാൽ ഭയം, ഉത്കണ്ഠ, ആശയക്കുഴപ്പം എല്ലാം അപ്രത്യക്ഷമാകും. ഇന്ന് തന്നെ ആരംഭിക്കൂ. സർഗാത്മകമായി ചിന്തിക്കുക, ലക്ഷ്യം നിശ്ചയിക്കുക, സമയം നിയന്ത്രിക്കുക, ധ്യാനം ചെയ്യുക, മറ്റും വ്യായാമം നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. മനസ്സ് പതുക്കെ പതുക്കെ നിങ്ങളുടെ സേവകനായി മാറും. നിങ്ങൾ അതിൻ്റെ യഥാർത്ഥ മാസ്റ്ററാകും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഒരു സബ്സ്ക്രിപ്ഷൻ എനിക്ക് കൂടുതൽ പ്രചോദനാത്മകമായ അറിവുകൾ എത്തിക്കാൻ വലിയ ഉത്സാഹം നൽകും. ശാന്തരായി ജാഗ്രതയോടെ ജീവിക്കുക. നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയുക. വിജയാശംസകൾ.